Welcome to Matcom. Matcom's മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ആയിട്ടുള്ള ബോട്ട്മാസ് റൂൾ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ് റിലേറ്റഡ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ്, ക്ലാസ് 9 and 10, +1, +2, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്, അഡ്വാൻസ്ഡ് കെമിസ്ട്രി ടോപ്പിക്സ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ഇൻഫർമേഷൻസ്, സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്. വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ 8 into 5 divided -4 divided by 2 plus 9 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ബോട്ട്മാസ് റൂൾ എന്ന് നോക്കാം. ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സീക്വൻഷ്യൽ ഓർഡർ ആണ് ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനകത്തൊരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അതിനുശേഷം ഏതെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡീഷൻ ചെയ്യണം, പിന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ഈ ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ബ്രാക്കറ്റിന്റെ കാര്യം എടുത്താൽ ബ്രാക്കറ്റിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദിസ് ഈസ് കോൾഡ് ഓപ്പൺ ബ്രാക്കറ്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് കേർലി ബ്രാക്കറ്റ്. ദിസ് ഈസ് കോൾഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്യേണ്ടത് യൂഷ്വലി ഈ ഒരു ഓർഡറിലാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു കാൽക്കുലേഷന് മുകളിൽ ഒരു വര കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബാർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ആദ്യം ചെയ്യണം. ഓർഡർ എന്ന് പറയുന്ന പാർട്ടിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പവറുകളാവാം, ഫോർ എക്സാമ്പിൾ 2⁻3, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പൊണൻഷ്യൽസ് ആവാം. പവറുകളോ എക്സ്പൊണൻഷ്യൽസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ ചെയ്യണം. ദെൻ വി നീഡ് ടു ഫോളോ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 8 into 5 - 4 divided by 2 plus 9. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ബ്രാക്കറ്റ് ഇല്ല, ഓർഡർ ഇല്ല. ആദ്യമുള്ളതൊരു ഡിവിഷൻ ആണ്, പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ആ ഓർഡറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ 4 divided by 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ 8 into 5 എന്ന് പറയുമ്പോൾ നമുക്ക് 40 കിട്ടും. പിന്നെ എന്താണ്? അഡീഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ എന്തുണ്ട്? 40 - 2 + 9. 40 + 9 എന്ന് പറയുന്ന 49 കിട്ടും. 49 നിന്ന് 2 പോയാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 47. അങ്ങനെയാണെങ്കിൽ 47 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബോട്ട്മാസ് റൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാൽക്കുലേഷൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 9 divided by 3 plus 8 into 5 minus 6 into 3 plus 2. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്, അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആദ്യം നോക്കേണ്ടത് ബ്രാക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കി എന്ത് കിട്ടും? 9 divided by 3 plus 8 into 5 minus 6 into 3 plus 2. 3 plus 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5 equal to. ഇനി ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഡിവിഷൻ. അപ്പൊ 9 divided by 3. 9 divided by 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടി. പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ 8 into 5 that is equal to 40. 6 into 5 that is equal to 30 equal to. ഇനി എന്താണ്? അഡീഷൻ നോക്കണം. 40 plus 3 that is equal to 43 minus 30. 43 minus 30 that is equal to 13. 43 minus 30 that is equal to 13. അപ്പൊ 13 ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4⁻3 closed bracket 5 plus curly bracket 7 minus open bracket 4 plus 9 open bracket close curly bracket close square bracket close or closed bracket close into 2 equal to 0. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ്. ഇവിടെ പവർ തനിയെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു പാറ്റേൺ അതേപടി ഫോളോ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4⁻3. ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ 5 പ്ലസ് അതിനുള്ളിൽ ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ട്, അതിനുള്ളിൽ എന്തുണ്ട്? ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ 9 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈക്വൽ ടു ദെൻ 4⁻3 മൈനസ് 5 പ്ലസ്. ഇനി ഇവിടെ നോക്കിക്കേ, ആദ്യമുള്ളത് കേർലി ബ്രാക്കറ്റ് ആണ്. അപ്പൊ എന്താണ്? 7 - 30. 7 - 13 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6 ക്ലോസ് ടു ബ്രാക്കറ്റ് 2 ഈക്വൽ ടു ദെൻ 4³ മൈനസ് ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ 5 - 6. 5 - 6 എന്ന് പറഞ്ഞാൽ -1 വെളിയിൽ 2. ഇനി ഈ പറയപ്പെടുന്ന ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. -1 into 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. -1 into 2 എന്ന് കിട്ടുമ്പോൾ -2 that is equal to -2. ദെൻ ഇവിടെ എന്തുണ്ട്? വെളിയിലൊരു മൈനസ് കൂടിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4⁻3 മൈനസ് -2. ഇനി നമുക്ക് എന്താണ് പവർ നോക്കാം. 4⁻3 എന്ന് പറഞ്ഞാൽ 64. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 64 + 2 that is equal to 66. അപ്പൊ 66 ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം
ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു, പവർ കണ്ടുപിടിച്ചു, അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്തു, നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ 4 divided by 48 divided by 12 divided by 96 plus 9 divided by 27 into 63 divided by 36. നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? 4 divided by 48 ഫ്രാക്ഷൻ ആണ്, ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് 96 divided by 12 plus 9 divided by 27 into 63 divided by 36. ഇവിടെ നോക്കുമ്പോൾ 48നെ 96നോടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും, 4നെ 12നോടെ ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. ഇൻ ദ സെയിം വേ ഇവിടെ 9നെയും 27നോടെ ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. ദെൻ 36നെയും 63യെയും 9 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 കിട്ടും, ഇവിടെ 7 കിട്ടും. സോ വാട്ട് യു വിൽ ഗെറ്റ്? 2/3 പ്ലസ് 2/3 പ്ലസ് 7/12. ഇവിടുത്തെ ഫസ്റ്റ് ഫ്രാക്ഷനകത്തെ ഡിനോമിനേറ്ററിനെ 12 ആക്കാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 8 divided by 12 plus 7 divided by 12. That is equal to 8 plus 7, that is equal to 15 divided by 12. എന്താണ് ആഡ് ചെയ്യാൻ പറ്റിയത്? ഡിനോമിനേറ്റർ സെയിം ആണ്. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 5/4. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5/4 എന്ന് കിട്ടും. നമ്മൾ ബോഡ്മാസ് റൂൾ എന്താണെന്ന് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ട് മീഡിയം ലെവൽ അല്ലെങ്കിൽ ബിലോ മീഡിയം ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായവും കമന്റ് സെക്ഷനിൽ പറയുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, keep watching, keep learning. Thanks for watching. Bye.